Good afternoon. Good afternoon, ma'am. Good afternoon. Prayer ആരാ? മിസ് പ്രേയർ ചൊല്ലട്ടെ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവാണിമേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിന്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. Okay. Sign in. Sign in. ആരാണ്? ഞാൻ ചെയ്യാമോ? അതെ. Good afternoon, ma'am. Good afternoon, friends. I am Adira. Welcome everyone today class. We have a Mildros ma'am to make today class beautiful and informative. When the teacher tell us according to our ability, try to understand according to our ability. Let's meet with the teacher, move forward with the goal of becoming a teacher tomorrow. Welcome everyone to today class once again. Thank you, ma'am. Okay. Thought ഞാൻ പറയാം മാം. A little effort today lead to big wins tomorrow. ഇന്ന് ചെറുതായി ശ്രമിച്ചാൽ നാളെ വലിയ വിജയങ്ങൾ ലഭിക്കും. ഓക്കെ. എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് സെമിനാർ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ലാസ്റ്റ് ഗ്രൂപ്പിന്റെ സെമിനാർ കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നു. മിസ്സേ ഉണ്ടായിരുന്നു. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. ശരി. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ടോപ്പിക്ക് മേജർ എൻവയോൺമെന്റൽ ത്രെറ്റ്സ് എന്നുള്ള ടോപ്പിക്കാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫായിട്ടൊന്ന് പറയാം. നമ്മുടെ എൻവയോൺമെന്റിനുണ്ടാകുന്ന മനുഷ്യനിർമ്മിതമായിട്ടുള്ള എന്തൊക്കെ ത്രെറ്റ്സ് ആണ് ഉണ്ടാകുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ, ഓസോൺ ലെയറിൽ ഉണ്ടാകുന്ന വിള്ളല്, അതാണ് ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത്. സെക്കൻഡ് വൺ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്, ഹരിതഗൃഹ പ്രഭാവവും ആഗോള താപനവും. ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം. സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ്. ഡെസേർട്ടിഫിക്കേഷൻ, മരുഭൂമിവൽക്കരണം. ഡ്രൗട്ട്, വരൾച്ച. പൊല്യൂഷൻ ഓഫ് എയർ, വാട്ടർ, ലാൻഡ് ആൻഡ് സൗണ്ട്. നമ്മൾ പറഞ്ഞു മലിനീകരണം, എയർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ. ആസിഡ് പ്രസിപ്പിറ്റേഷൻ ഓർ റെയിൻ, ആസിഡ് മഴ. ടോക്സിക് വേസ്റ്റ് ഡിസ്പോസൽ, വിഷവസ്തുക്കളുടെ
നിർമാർജനം, റിസോഴ്സ് ഡിഫ്ലക്ഷൻ വിഭവ ശോഷണം, അതിൽ തന്നെ ഗ്രൗണ്ട് വാട്ടർ ഡിഫ്ലക്ഷൻ, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഡിഫ്ലക്ഷൻ, ജനറ്റിക് വേരിയബിലിറ്റി ഡിഫ്ലക്ഷൻ, ഓഷ്യൻ ബെഡ് റിസോഴ്സസ് ഡിഫ്ലക്ഷൻ, നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഡിഫ്ലക്ഷൻ, ജൈവ വൈവിധ്യങ്ങളുടെ ശോഷണം, ഭൂഗർഭ ജലത്തിന്റെ ശോഷണം, ജനിതക വൈവിധ്യങ്ങൾ ഉണ്ടാകുന്ന ശോഷണം, ഓഷൻ സമുദ്ര വിഭവങ്ങളുടെ ശോഷണം, പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത സ്രോതസ്സുകളുടെ ശോഷണം. അടുത്തതായിട്ട് പറഞ്ഞത് എനർജി ക്രൈസിസ്. എനർജി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഊർജ്ജ പ്രതിസന്ധി. ഇത്രയും വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. നെക്സ്റ്റ് ടോപ്പിക് ബയോളജിക്കൽ വെപ്പൺ റിസർച്ച് ആൻഡ് ന്യൂക്ലിയർ ആംസ് റേസ്. Biological weapon disseminate disease-causing organisms or toxins to harm or kill humans, animals, or plants. They can be deadly and highly contagious. Diseases caused by such weapons would not be confined to national borders and could spread rapidly around the world. ബയോളജിക്കൽ വെപ്പൺസ് എന്ന് പറഞ്ഞാൽ ജൈവ ആയുധങ്ങൾ മനുഷ്യരെയോ മൃഗങ്ങളെയോ സസ്യങ്ങളെയോ കൊല്ലാനോ ഉപദ്രവിക്കാനോ ഉപയോഗിക്കുന്ന മാരകമായ വൈറസുകളെയോ ബാക്ടീരിയകളെയോ നമുക്ക് ബയോളജിക്കൽ വെപ്പൺസ് എന്ന് പറയാം. ഈ ബയോളജിക്കൽ വെപ്പൺസ് വളരെ മാരകമാണ്, ഹൈലി കണ്ടാജിയസ് ആണ്. ഈ ബയോളജിക്കൽ വെപ്പൺസ് നമുക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനൊരു നാഷണൽ ബോർഡറെന്നോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ ബോർഡറെന്നോ എന്ന് പറഞ്ഞാൽ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. അത് വേൾഡ് വൈഡ് ആയിട്ട് വളരെ വേഗം സ്പ്രെഡ് ആവും. ഇപ്പൊ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു COVID-19 പിക്ചറാണ്. COVID-19 ഒരു ബയോളജിക്കൽ വെപ്പൺ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ചൈനയിലെ ഒരു ലാബിൽ നിന്ന് തന്നെയല്ലേ COVID-19 അതിന്റെ ആദ്യമായിട്ട് വൈറസ് പുറത്തു വന്നത്. അപ്പൊ നമുക്കത് ഒരു ബയോളജിക്കൽ വെപ്പണായിട്ട് അവർ ഉപയോഗിച്ചതാണോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് വേൾഡ് വൈഡ് ആയിട്ട് വളരെ വേഗം സ്പ്രെഡ് ആയി. ആർക്കും അത് തടഞ്ഞു നിർത്താനോ ഒന്നും പറ്റിയില്ല. നമ്മൾ എത്രയൊക്കെ പ്രിക്കോഷൻസ് എടുത്തിട്ടും ലോകം മൊത്തം അത് വ്യാപിക്കുകയാണ് ഉണ്ടായത്. ന്യൂക്ലിയർ ആംസ് റേസ്. The nuclear arms race was an arms race competition for supremacy in nuclear welfare between United States and Soviet Union and their respective allies during Cold War. During this same period, in addition to American and Soviet nuclear stockpiles, other countries developed nuclear weapons, though no other country engaged in warhead production on nearly the same scale as the two superpowers. The race began during World War II, dominated by Western allies, Manhattan Project, and Soviet atomic spies, following the atomic bombings of Hiroshima and Nagasaki. ന്യൂക്ലിയർ ആംസ് റേസ് എന്ന് പറഞ്ഞാൽ ആണവായുധ മത്സരം. ശീതയുദ്ധ സമയത്ത്, അതായത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഇന്നത്തെ റഷ്യ അവരുടെ സഖ്യകക്ഷികളും തമ്മിൽ ആണവായുധത്തിലെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു ആയുധ മത്സരമായിരുന്നു ഈ ന്യൂക്ലിയർ ആംസ് റേസ് അല്ലെങ്കിൽ ആണവായുധ മത്സരം എന്ന് പറയുന്നത്. ഈ കാലയളവില് അമേരിക്കക്കാരും സോവിയറ്റ് യൂണിയന്റെയും ആണവശേഖരണങ്ങൾക്ക് പുറമെ മറ്റ് രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള ആണവായുധങ്ങൾ വികസിപ്പിച്ചെടുത്തു. പക്ഷെ വേറൊരു രാജ്യത്തിനും ഇവരുടെ രണ്ടിന്റെ അത്രയും ഈ രണ്ട് വൻശക്തികളുടെ അതേ അളവിൽ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നെ ഇതിന്റെ അനന്തരഫലമായിട്ടാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും, ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വിട്ടത്. ഓഗസ്റ്റ് 6, 9 തീയതികളിൽ 1945 ഓഗസ്റ്റ് 6, 9 തീയതികളിലാണ് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വിട്ടത്. ഏകദേശം ഹിരോഷിമയില് 1.5 ലക്ഷത്തോളം ആൾക്കാരും നാഗസാക്കിയില് 2,46,000 ഏകദേശ കണക്കുകളാണ്. അത്രയും ആളുകളാണ് കൊല്ലപ്പെട്ടത്. പിന്നെ വളരെയധികം ഒരുപാട് നാള് അതിന്റെ പ്രത്യാഘാതങ്ങൾ അവിടെ ഉണ്ടായി. ഇപ്പോൾ സാധാരണ നിലയിലേക്ക് എത്തുന്നതേ ഉള്ളൂ ആ സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും. നെക്സ്റ്റ് പോയിന്റ്, കോൺക്യൂറിംഗ് ഓഫ് ദ ഔട്ടർ സ്പേസ്. The term conquering of outer space typically refers to the human endeavor to explore and utilize space beyond Earth's atmosphere. These include advancement in rocketry, satellite technology, and human spaceflight driven by scientific curiosity, national prestige, and potential commercial opportunities. Conquering of the outer space എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പേസിലേക്ക് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, സാറ്റലൈറ്റ് ടെക്നോളജി ആയാലും പിന്നെ സ്പേസ് ഫ്ലൈറ്റിലേക്ക് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് വിടുന്നത് മൂലം അതുമൂലമൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിനുണ്ടാകുന്ന നമ്മുടെ എൻവയോൺമെന്റിനുള്ള ത്രെറ്റ്സ് ആണ് ഈ പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, സൊല്യൂഷൻസ്. Addressing environmental issues requires a multifaceted approach encompassing individual actions, community initiatives, and policy changes. Solutions include promoting sustainable practices, reducing waste, conserving resources, and transitioning to cleaner energy
energy sources. Individual actions: conserving resources, reduce water and energy consumption through practices like fixing leak, using energy efficient appliances, and opting for public transportation. Reducing waste: embrace the 3R technology: reduce, reuse, and recycle. Minimize single-use plastics and prioritize sustainable consumption patterns. Sustainable consumption: choose eco-friendly products, support local businesses, and make informed decisions about food choices, including reducing meat consumption. Promoting awareness: educate yourself and others about environmental issues and the importance of sustainable living. Supporting environmental organization: volunteer, donate or advocate for environmental causes. നമുക്ക് ഇതിന് സൊല്യൂഷൻ ആയിട്ട് പറയാൻ പറ്റുന്നത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടും കമ്മ്യൂണിറ്റിയിലും പിന്നെ ഗവൺമെന്റ് പോളിസി ചേഞ്ചസിലൂടെയൊക്കെ നമുക്ക് ഈ എൻവയോൺമെന്റൽ ഇഷ്യൂസിന് ഒരു ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമുക്ക് ഓരോ ഇൻഡിവിജ്വലിനും നമുക്ക് എന്തൊക്കെ ആക്ഷൻസ് എടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് റിസോഴ്സസ് ഒക്കെ നമുക്ക് കൺസർവ് ചെയ്യാം. അതായത് എന്തെങ്കിലും വാട്ടറും അല്ലെങ്കിൽ എല്ലാ ഊർജ്ജ സ്രോതസ്സുകളും അനാവശ്യമായിട്ട് വേസ്റ്റ് ആവുന്നത്, നമ്മുടെ വീട്ടിലെ കറണ്ട് അനാവശ്യമായിട്ട് വൈദ്യുതി പാഴാകുന്നത് നമുക്ക് തടയാം. അങ്ങനെ നമുക്ക് എനർജി എല്ലാം എഫിഷ്യന്റ് ആയിട്ടുള്ള അപ്ലയൻസസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഊർജ്ജത്തെ നമുക്ക് കൺസർവ് ചെയ്യാം. പിന്നെ വേസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. അവിടെ 3R ടെക്നോളജി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. അതായത് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക, ഉപയോഗിക്കുന്നത് തന്നെ വീണ്ടും റീയൂസ് ചെയ്യുക, ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കുക. അതാണ് 3R ടെക്നോളജി എന്ന് പറയുന്നത്. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ഈ ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ സസ്റ്റൈനബിൾ ആയിട്ട് എനർജി എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് യൂസ് ചെയ്യാം. അവയർനെസ് എല്ലാവർക്കും നമുക്ക് കൊടുക്കാം. നമ്മുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാം. എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻ നമുക്ക് വോളണ്ടിയർ ആയിട്ടും ഒക്കെ നമുക്ക് വർക്ക് ചെയ്യാം. കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ്സ്: സസ്റ്റൈനബിൾ വേസ്റ്റ് മാനേജ്മെന്റ്, ഇംപ്ലിമെന്റ് റോബസ്റ്റ് റീസൈക്ലിംഗ് പ്രോഗ്രാംസ്, കമ്പോസ്റ്റിംഗ് ഇനിഷ്യേറ്റീവ്സ് ആൻഡ് റെഡ്യൂസ് landfill waste. Renewable energy transition: invest in solar, wind and hydraulic energy to reduce reliance in fossil fuels. Ecosystem restoration: protect and restore forests, wetlands and other ecosystems to maintain biodiversity and provide ecosystem services. Sustainable agriculture: promote practices like crop rotation, organic farming and reducing pesticide use to improve soil health and water conservation. Public transportation: invest in efficient and accessible public transportation to reduce vehicle emissions and congestion. ഈ പോയിന്റ്സ് എല്ലാം നേരത്തെ സെമിനാർ എടുത്ത ഗ്രൂപ്പുകൾ പറഞ്ഞതാണ്. എങ്ങനെ നമുക്ക് സൊല്യൂഷൻസ് ചെയ്യാന്നുള്ളത്. നമുക്ക് റിന്യൂവബിൾ എനർജി യൂസ് ചെയ്യാം, എക്കോസിസ്റ്റത്തിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം, സസ്റ്റൈനബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചർ, കളനാശിനികൾ, കീടനാശിനികളുടെ ഒക്കെ ഉപയോഗം നമുക്ക് കുറച്ചുകൊണ്ട് ഓർഗാനിക് ആയിട്ടുള്ള ഫാമിംഗ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് യൂസ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി നമുക്ക് കൂട്ടമായിട്ട് ചെയ്യാൻ കഴിയുന്ന സൊല്യൂഷൻസ് ആണ് ഇപ്പൊ ഈ പറഞ്ഞത്. പോളിസി ചേഞ്ചസ്: ഗവൺമെന്റ് റെഗുലേഷൻസ്, implement stricter environmental regulations on emissions, waste disposal and resource use. Incentives for green practices: offer financial incentives and tax breaks to encourage sustainable businesses and practices. International cooperation: work collaboratively to address global environmental issues like climate change and pollution. Environmental education: promote environmental education and awareness at all levels of society. Technological innovation: invest in research and development of green technologies to reduce environmental impact. ഗവൺമെന്റിന്റെ എന്തൊക്കെ പോളിസീസ് ഇതിൽ ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് ആയിട്ട് വേസ്റ്റ് ഡിസ്പോസലിലും അല്ലെങ്കിൽ റിസോഴ്സ് ഒക്കെ അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്നതിനെതിരെ സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻസ് എടുക്കാം. പിന്നെ ഈ നല്ല രീതിയിൽ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്ത് അങ്ങനത്തെ പ്രാക്ടീസ് നടത്തുന്നവർക്ക് എന്തെങ്കിലും റിവാർഡ്സ് ഒക്കെ കൊടുത്ത് അവരെ പ്രൊമോട്ട് ചെയ്യാം. പിന്നെ എല്ലായിടത്തും എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻസ് നമുക്ക് എല്ലായിടത്തും സ്ട്രിക്റ്റ് ആക്കാം. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ അവയർനെസ് കൊടുക്കാം. അങ്ങനെ പോളിസിയിൽ ചേഞ്ച് വരുത്തി ഗവൺമെന്റിനും എൻവയോൺമെന്റൽ ഇഷ്യൂസിൽ നമുക്ക് ഗവൺമെന്റിനും അതിനെതിരെ ആക്ഷൻസ് എടുക്കാവുന്നതാണ്. Then conclusion: environmental issues driven by human activities pose significant threats to ecosystems and human well-being. Addressing these challenges requires a multifaceted approach involving global cooperation, policy changes, technological innovations, and individual responsibility. In conclusion,
Environmental issues are complex web of interconnected challenges that demand immediate and sustained attention. By recognizing the urgency of the situation and working collaboratively, we can strive for a more sustainable future. ഇപ്പൊ ഇതിൽ നിന്ന് ഈ എൻവയോൺമെന്റൽ ഇഷ്യൂസ് എല്ലാം നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്നതുണ്ട്, മാൻമെയ്ഡ് ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ മാൻമെയ്ഡ് ആയിട്ട് ഉണ്ടാകുന്നതാണ് കൂടുതൽ പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്. ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സുകളും, ഈ 10 പോയിന്റുകൾ നമ്മൾ പറഞ്ഞതും എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഒരു ഇന്റർ കണക്റ്റഡ് വെബ് പോലെയാണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ സൊല്യൂഷനിൽ പറഞ്ഞതുപോലെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടും കമ്മ്യൂണിറ്റി ആയിട്ടും ഗവൺമെന്റ് പോളിസി ചേഞ്ചസിലും മൂലമൊക്കെ നമ്മൾ അതിന്റെ റിക്വയർഡ് ആയിട്ടുള്ള ആക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സസ്റ്റൈനബിൾ ഫ്യൂച്ചർ കുറെ നാൾ കൂടി നമുക്ക് നമ്മുടെ ഭൂമിയെ സംരക്ഷിച്ച് നിർത്താം. റെഫറൻസസ്, ദീസ് ആർ അവർ റെഫറൻസസ്. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ലാസ്റ്റ് ഗ്രൂപ്പിന്റെ സെമിനാർ? നന്നായിരുന്നു അല്ലെ? സ്ലൈഡ്സ് ഒക്കെ ഉണ്ടാക്കി നന്നായിരുന്നു അല്ലെ? അട്രാക്റ്റീവ് ആയിരുന്നു അല്ലെ? ഓക്കെ, ക്ലാപ്പ് കൊടുത്തേ അവർക്ക്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ്. മിസ്, ഓരോരോ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ക്ലാസ് എടുത്തവർ ചോദിച്ചായിരുന്നു. ഇപ്പൊ ഈ ലാസ്റ്റ് പോർഷനിലെ മാത്രം ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അത് ഞാൻ ചോദിക്കാം. ബയോളജിക്കൽ വെപ്പൺ എന്ന് കൊണ്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എന്താണ് ബയോളജിക്കൽ വെപ്പൺ? ബയോളജിക്കൽ വെപ്പൺ കൊറോണ എക്സാമ്പിൾ തന്നതല്ലേ? അതെ അതെ. മനുഷ്യന്, ഹ്യൂമൻസിനോ പ്ലാന്റ്സിനോ എൻവയോൺമെന്റിനോ ദോഷകരമായിട്ട് നമ്മൾ മനുഷ്യരായിട്ട് നിർമ്മിക്കുന്ന ഏതൊരു മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയ ആവട്ടെ വൈറസ് ആവട്ടെ, അതിന് നമുക്ക് ബയോളജിക്കൽ വെപ്പൺ എന്ന് പറയാം. ഇപ്പൊ വൈറസ് കണ്ടുപിടിച്ചിട്ട് അതിനെ ആനിമൽസിൽ ഇതാക്കുന്ന മീൻസ് എക്സാമ്പിൾ ആയിട്ട്. അതെ, ഒരു ഫിലിം ഉണ്ട്, ഒരു തമിഴ് ഫിലിം, എനിക്ക് 7ാം അറിവ് അങ്ങനെ എന്തോ ഒരു ഫിലിം ഉണ്ട്. അതിനകത്ത് കാണിക്കുന്നുണ്ട് ഇത് സൂര്യന്റെ. ആ ഫിലിമിനകത്ത് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പട്ടിയുടെ അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് വിടുന്നത്. പിന്നെ എന്താണ് 3R ടെക്നോളജി? സൊല്യൂഷനിൽ പറഞ്ഞതാ 3R ടെക്നോളജി. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി. 3R ടെക്നോളജി എന്താ? റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ അല്ലേ? അതെ അതെ. ഇപ്പോ ഈ ടോപ്പിക്കിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ക്ലാസ് എടുത്തതിനകത്ത് ഏതെങ്കിലും പോർഷനില് ഒന്നുകൂടി പറയണോന്നുള്ള ഏതെങ്കിലും പാർട്ടുണ്ടോ? ഇല്ല, ഓക്കെ ആണല്ലേ. ഇതിന്റെ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ഞാൻ തരാം. അപ്പോ ലാസ്റ്റ് ഗ്രൂപ്പ് സെമിനാറിന്റെ ടോപ്പിക് ഒന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. ആർക്കെങ്കിലൊക്കെ പോയിന്റ്സ് എഴുതാനുണ്ടെങ്കിൽ എഴുതി. ഓക്കെ. അമ്മ, മോക്ക് ടെസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ടാവല്ലോ? ഐ മീൻ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാല് ഈ ചാപ്റ്റർ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് തരില്ലേ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ 10th യൂണിറ്റ് മെൻ ആൻഡ് എൻവയോൺമെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മാം, ഇന്നത്തെ സെമിനാർ, ഗുഡ് മോർണിംഗ് മാം, ഇന്നത്തെ സെമിനാർ ഫിനിഷ് ചെയ്തോ? നെക്സ്റ്റ് ക്ലാസ്സിലാണോ? ഫിനിഷ് ആയി. ഒരെണ്ണം കൂടെ ഉണ്ട്. ഞങ്ങൾ പറയാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഞങ്ങൾക്ക് പിറ്റേ ദിവസത്തേക്കിന് മിസ് തന്നായിരുന്നു, റേഡിയേഷൻ പൊല്യൂഷൻ. ഓക്കെ ഓക്കെ, വിട്ടുപോയിട്ടുണ്ടായിരുന്നു അല്ലേ? ഞങ്ങള് പറഞ്ഞിട്ടില്ല. ഞങ്ങള് ഗ്രൂപ്പ് ഉണ്ട് പറയാന്, സെമിനാർ പറയാണ്ട് ലാസ്റ്റ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ അതൊന്ന് പറഞ്ഞോളൂ കേട്ടോ. ക്ലാസ് എടുക്കുന്നത് കൊണ്ടേ വിട്ടുപോയതാണ്. കുറച്ച് നാളായില്ല, പിന്നെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ ലീവായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോ തുടങ്ങിക്കോളൂ, സ്റ്റാർട്ട് ചെയ്തോളൂ. Okay. Good afternoon, everyone. I want to welcome all of you. But before that, I heartily welcome our respected teacher, Melrose ma'am, and all of my dear friends. Today, here in front of you, I am Sujita. Also with me, Ajida, Adira, Serin, Noora, and Adira. We are presenting a small seminar about radiation pollution.
Understanding the risk and research solutions, I am excited to have you all here to explore this critical topic. Over the next few minutes, we will be discussing the source, effects, and mitigation strategies for radiation pollution. Radiation pollution is a growing concern globally with implication for human health and the environment. Our goal is to create a platform for knowledge, sharing, collaboration, and discussion. I want to say thank you to my friends to let me be a part of this seminar. ഈ ഒരു സെമിനാറിലേക്ക് എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ മിസ്സിനെയും എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിനെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് സുജിത. എൻ്റെ കൂടെ ഈ ഒരു സെമിനാറിൽ അറ്റൻഡ് ചെയ്യുന്നത് അജിത, ആതിര, സെറിൻ, നൂറ ആൻഡ് ആതിര. ഞങ്ങൾ റേഡിയേഷൻ പൊല്യൂഷനെ കുറിച്ചുള്ള ഒരു വളരെ ചെറുതാണ് ഈ ഒരു സെമിനാർ തയ്യാറാക്കുന്നത്. റേഡിയേഷൻ മലിനീകരണത്തിന്റെ അപകട സാധ്യതകളും പരിഹാരങ്ങളും മനസ്സിലാക്കൽ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഇന്നത്തെ സെമിനാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റേഡിയേഷൻ മലിനീകരണം ആഗോളതലത്തിൽ വരുന്ന വലിയൊരു ആശങ്കയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അറിവ് പങ്കുവെക്കുന്നതിനോടൊപ്പം സഹകരണത്തിലൂടെ ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു വേദി സൃഷ്ടിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. റേഡിയേഷൻ മലിനീകരണവും അതിന്റെ ആഘാതവും നന്നായി മനസ്സിലാക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. Next, I welcome Adira to give a brief definition about radiation. Thank you. Good morning, good afternoon, ma'am. Good afternoon, all friends. What we are going to talk about there is what radiation. What is radiation? Radiation refers to the emission of energy from a source. Ionizing radiation, that type associated with radioactive pollution, has short wavelengths and high frequencies, making it highly energetic and capable of damaging living cells and DNA. ഒരു സ്രോതസ്സിൽ നിന്നുള്ള ഊർജത്തിന്റെ ഉത്ഭവത്തെയാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. റേഡിയോ ആക്റ്റീവ് പൊല്യൂഷനായി ബന്ധപ്പെട്ട അയോണൈസിംഗ് റേഡിയേഷന് കുറഞ്ഞ തരംഗ ദൈർഘ്യവും ഉയർന്ന ആവൃത്തിയും ഉണ്ട്. ഇത് ജീവകോശങ്ങളെയും DNA-യും നശിപ്പിക്കാൻ കഴിവുള്ള ഊർജ്ജമുള്ളതാവുന്നു. Next, Suji, what is radioactive pollution? Okay. Radiation pollution, also known as the radioactive pollution, is caused by the release of radioactive substance into the environment, primarily through human activities. It is caused by radioactive substance which emit invisible radiation released in the environment through human activities. Radioactive pollution defined as a form of physical nuclear pollution to living organism and the environment and the arising from exposure to the releasing of ionizing radiation from radioactive elements such as uranium. Such release occur as a result of radioactive decay of radioactive elements. During these sources are nuclear explosion and testing, nuclear weapon production and decommissioning, nuclear power plant, uranium mining. റേഡിയോആക്റ്റീവ് മലിനീകരണം എന്നും അറിയപ്പെടുന്ന റേഡിയേഷൻ പൊല്യൂഷൻ പ്രധാനമായും മനുഷ്യന്റെ പ്രവർത്തനങ്ങളിലൂടെ, അതായത് മനുഷ്യന്റെ വളർച്ചയ്ക്ക് വേണ്ടി നടത്തുന്ന പലവിധ പ്രവർത്തനങ്ങളിലൂടെ പരിസ്ഥിതിയിലേക്ക് പുറത്തുവിടുന്ന റേഡിയോ ആക്റ്റീവ് വസ്തുക്കളിലൂടെയാണ് മലിനീകരണം സംഭവിക്കുന്നത്. ആണവായുധ പരീക്ഷണം, ആണവ സ്ഫോടനം, അതിന്റെ ഉൽപാദനവും നിർവീര്യമാക്കലും ഇതെല്ലാം ഈ ഒരു കാര്യത്തിൽ ഉൾപ്പെടുന്നു. റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലും നിർവീര്യമാക്കുന്നതിനുമുള്ള പരിചയക്കുറവും റേഡിയേഷൻ പൊല്യൂഷന് കാരണമാകുന്നു. യുറേനിയം പോലുള്ള ആക്റ്റീവ് മൂലകങ്ങളിൽ നിന്നുള്ള അയണൈസിംഗ് വികിരണത്തിന്റെ പുറത്തുവിടലുമായി സമ്പർക്കം പുലർത്തുന്നതിലൂടെയും ജീവജാലങ്ങൾക്കും പരിസ്ഥിതിക്കും ഉണ്ടാകുന്ന ഭൗതിക ന്യൂക്ലിയർ വികിരണമാണ് റേഡിയേഷൻ പൊല്യൂഷൻ. താഴെ പറയുന്ന കാരണങ്ങളാൽ റേഡിയേഷൻ മൂലകങ്ങളിലൂടെ റേഡിയോ ആക്റ്റീവ് ക്ഷയത്തിന്റെ ഫലമായി റേഡിയേഷൻ പൊല്യൂഷൻ സംഭവിക്കും. അത് ഇവയെല്ലാമാണ്: ആണവ സ്ഫോടനങ്ങളും പരീക്ഷണങ്ങളും, ആണവ മാലിന്യ നിർമ്മാർജ്ജനം, റേഡിയോ ആക്റ്റീവ് അയിരുകൾ ഖനനം ചെയ്യൽ, ആണവ നിലയങ്ങളിലെ ഉണ്ടാകുന്ന അപകടങ്ങൾ. Then mining and processing of nuclear material and uranium can release radioactive materials into the environment. Improper storage of or disposal of radioactive waste from nuclear power plant, research facilities and other sources can contaminate soil and water.
ആണവ നിലയങ്ങൾ, ഗവേഷണ സൗകര്യങ്ങൾ, മറ്റ് സ്രോതസ്സുകൾ എന്നിവയിൽ നിന്നുള്ള റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ തെറ്റായി സംഭരിക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്യുന്നത് മണ്ണിനെയും വെള്ളത്തെയും മലിനമാക്കുന്നു. നെക്സ്റ്റ്, ഞാൻ ഇത് വായിക്കുന്നതിൽ നിന്നും ഒരു പുതിയൊരു കാര്യം എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, റേഡിയോ പൊല്യൂഷൻസ് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തതെന്നാണ്. അത് ഫസ്റ്റ് കണ്ടുപിടിച്ചത് ഒരു ഫ്രഞ്ച് ഫിസിസിസ്റ്റ് ആയിട്ടുള്ള ഹെൻറി ബെക്കറൽ എന്ന വ്യക്തിയാണ്. അത് 1896 അത് കണ്ടുപിടിച്ചത്. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, he noted that how certain elements that had unstable nuclei could uncertain from entirely new element while releasing electromagnetic radiation and subatomic particles as byproducts. In the products are known as ionizing radiation. ഇത് നമ്മുടെ രസതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യമാണ്. എനിക്കിത് വായിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് മീനിങ് മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയുള്ളൂ. കൂടുതൽ വിശദമായി മനസ്സിലാക്കാൻ ഒരുപാടുണ്ട്. കാരണം കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടതും അതിൻ്റെ മൂലകങ്ങളും അതിൻ്റെ ബൈ പ്രൊഡക്ട്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇദ്ദേഹം കണ്ടെത്തിയത്. അങ്ങനെയാണ് അദ്ദേഹം ഫ്രഞ്ചിലെ അയാൾ നടത്തിയ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെയാണ് റേഡിയോ ആക്ടിവിറ്റി ഫസ്റ്റ് കണ്ടെത്തിയതെന്നാണ് ഞാൻ വായിച്ച ഗൂഗിളിൽ നിന്ന് ഒരു ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവ്. നെക്സ്റ്റ് ഐ ഇൻവൈറ്റിംഗ് നൂറ. Good afternoon, ma'am. Natural causes: freezing of radon gas. Other more mild forms of natural radioactive elements include radioactive materials in the Earth's crust, rays from the cosmos, and trace amount of radioactivity in the body. Man-made cause: medical procedures such as CT scans, X-rays, and nuclear medicine. റേഡോൺ വാതകത്തിന്റെ ശ്വസനം: ഭൂമിയുടെ പുറംതോടിലെ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ, പ്രപഞ്ചത്തിൽ നിന്നുള്ള കിരണങ്ങൾ, ശരീരത്തിലെ റേഡിയോ ആക്റ്റീവുകളുടെ അളവ് എന്നിവയെല്ലാം പ്രകൃതിദത്ത റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുടെ മറ്റ് നേരിയ രൂപങ്ങൾ ഉൾപ്പെടുന്നു. മനുഷ്യനിർമ്മിത കാരണം: CT സ്കാനുകൾ, എക്സ്റേകൾ, ന്യൂക്ലിയർ മെഡിസിൻ തുടങ്ങിയ മെഡിക്കൽ നടപടിക്രമങ്ങൾ. Effects: skin irritation to death depending on how much radiation is exposed to the body. What part of the body are exposed and how strong the immune system is. Blood component changes, nausea, vomiting, fatigue, diarrhea, and cancer. ഇഫക്റ്റുകൾ: ശരീരത്തിൽ എത്രമാത്രം വികിരണം ഏൽക്കുന്നു, ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് സമ്പർക്കം ഉണ്ടാകുന്നത്, രോഗപ്രതിരോധ ശേഷി എത്രത്തോളം ശക്തമാണ് എന്നതിനെ ആശ്രയിച്ച് ചർമ്മത്തിലെ പ്രകോപനം മരണം വരെ സംഭവിക്കാം. Next, I am inviting my friend to continue. Good afternoon, miss. Good afternoon. ഞാൻ ഇന്ന് പറയുന്ന സോഴ്സസ് ഓഫ് റേഡിയേഷൻ ആണ്. ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ വെപ്പൺ, transportation, disposal of nuclear waste, uranium mining, referring of radioactive substance, preparation of radioactive isotopes. ആണവ നിലയങ്ങൾ, ആണവായുധം, ആണവ മാലിന്യങ്ങളുടെ ഗതാഗതം, ആണവ മാലിന്യ നിർമ്മാർജ്ജനം, യുറേനിയം ഖനനം, റേഡിയോ ആക്റ്റീവ് വസ്തുക്കളുടെ ശുദ്ധീകരണം, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് തയ്യാറാക്കുക. ഇവയാണ് സോഴ്സസ് ഓഫ് പബ്ലിക് റേഡിയേഷൻ. ഇനി പറയുന്ന സോഴ്സസ് ഓഫ് പബ്ലിക് റേഡിയേഷൻ, അതായത് പബ്ലിക് റേഡിയേഷന്റെ ഉറവിടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ന്യൂക്ലിയർ പവർ, ആണവ കിരണങ്ങൾ, അതായത് ആൽഫ ബീറ്റ കിരണങ്ങളാണ് ഒന്ന്. പിന്നെ കൺസ്യൂമർ പ്രോഡക്ട്സ്, അപ്പോൾ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ, അതായത് നമ്മൾ വാച്ച്, ക്ലോക്ക്, ഓൾഡ് ക്യാമറ, ലെൻസ്, ഇതിലൊക്കെ യുറേനിയം, തൊറേനിയം എന്ന റേഡിയേഷൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് റേഡിയേഷൻ ലഭിക്കുമെന്ന് പറയുന്നത്. മെഡിക്കൽ എക്സ്റേ, എല്ലാവർക്കും അറിഞ്ഞ 10% റേഡിയേഷൻ നമുക്ക് മെഡിക്കൽ എക്സ്റേയിൽ നിന്ന് കിട്ടുമെന്ന്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള എക്സ്റേയിൽ കൂടെ നമുക്ക് ഈ റേഡിയേഷൻ നമ്മുടെ ശരീരത്തിൽ കിട്ടുമെന്നാണ് പറയുന്നത്. അത് അടുത്തത് നെക്സ്റ്റ് കോസ്മിക്. കോസ്മിക് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ അതിവേഗത്തിൽ നീങ്ങുന്ന പ്രോട്ടോണുകൾ, ഇലക്ട്രോണ് ഇവയുടെ പ്രവാഹത്തെയാണ് ഇത് കോസ്മിക് എന്ന് പറയുന്നത്. അത് നമ്മുടെ വായുവിലൂടെ വന്ന് നമ്മൾ ശ്വസിക്കുമ്പോഴും നമ്മുടെ
ശരീരത്തിൽ കിട്ടുന്നു പറയുന്നു. പിന്നെ അവർ ബോഡീസ് 9% നമ്മുടെ ശരീരത്തിൽ തന്നെ റേഡിയേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അത് നമ്മുടെ ബ്ലഡ് ചൂടുള്ള ബ്ലഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, സ്വയം റേഡിയേഷൻ ഉൽപ്പാദിപ്പിക്കുന്നു പറയുന്നു. അടുത്തത് റാൻഡം 59% നമ്മുടെ ഇത് റാൻഡം എന്ന് വെച്ചാൽ അത് നാച്ചുറലായിട്ട് സാധാരണ വരുന്നതാണ്. ഇത് മണ്ണിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ വീട് പണിയുമ്പോൾ ഫൗണ്ടേഷൻ പൊട്ടുന്നതിലൂടെ അത് പൈപ്പ് ലൈൻ ഒക്കെ പൊട്ടുന്ന ചിലപ്പോൾ അതിന് കളറോ മണോ ഒന്നും ഉണ്ടാവുകയില്ല. നമ്മൾ അറിയാതെ തന്നെ അത് നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കടന്നു പോകുന്നു പറയുന്നു. നെക്സ്റ്റ് യുറേനിയം മൈനിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്വാഭാവികം സംഭവിക്കുന്ന റേഡിയേഷൻ ആക്റ്റീവ് രാസമൂലകമാണ്. അതിന് കളറ് വെള്ള കളറായിരിക്കും. ഒരു ലോഹമാണ് പറഞ്ഞത്. ഇത് ഭൂമിയിൽ നിന്നും യുറേനിയം അത് അയിര് വേർതിരിച്ച് പ്രക്രിയയാണ്. അത് ഖനനത്തിലൂടെ യുറേനിയം എടുക്കുന്ന പ്രക്രിയയാണ്. താങ്ക് യു മിസ്. നെക്സ്റ്റ് ആതിര. What are the substances that cause radiation pollution and how can they be classified? Whatever they are, we need to know. Types of pollutant. Ionizing and non-ionizing. Ionizing. Radiation is the short wavelength radiation emitted by certain unstable isotopes during radioactive decay. അതായത് റേഡിയോ ആക്റ്റീവ് ക്ഷയിക്കുന്ന സമയത്ത് ചില അസ്ഥിരമായ ഐസോട്ടോപ്പുകൾ പുറത്തുവിടുന്നു. ഷോർട്ട് തരംഗ വികിരണമാണ് അയോണൈസിംഗ് വികിരണം. നോൺ അയോണൈസിംഗ്. Radiation is relatively long wavelength electromagnetic radiation such as radio waves, microwaves, visible radiation, ultraviolet radiation and very low electromagnetic fields. റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവ്, ദൃശ്യവികിരണം, അൾട്രാവയലറ്റ് വികിരണം, വളരെ കുറഞ്ഞ വൈദ്യുത കാന്തിക ക്ഷേത്രങ്ങൾ എന്നിവ പോലുള്ള താരതമ്യേന നീണ്ട തരംഗദൈർഘ്യമുള്ള വൈദ്യുത കാന്തിക വികിരണമാണ് അയോണൈസ് ചെയ്യാത്ത വികിരണം. അയോണൈസിംഗ് റേഡിയേഷനേക്കാൾ അപകടകരമല്ലാത്തതായി ഇത് പൊതുവെ കാണപ്പെടുന്നു. പ്രിവെൻഷൻ ഓഫ് റേഡിയേഷൻ. Disposing radioactive substance properly, safety measures should be enforced strictly. Leakage from unclear reactors, careless handling, transport and use of radioactive fuel fission products and radioactive isotopes have to be totally stopped. അതായത് ആണവ റിയാക്ടറുകളിൽ നിന്നുള്ള ചോർച്ച, റേഡിയോ ആക്റ്റീവ് ഇന്ധനങ്ങൾ, വിഘടന ഉൽപ്പന്നങ്ങൾ, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് എന്നിവയുടെ അശ്രദ്ധമായ കൈകാര്യം ചെയ്യൽ, ഗതാഗത ഉപയോഗം എന്നിവ പൂർണ്ണമായും തടയേണ്ടതുണ്ട്. There should be regular monitoring and quantitative analysis through frequent sampling in the risk areas. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെയുള്ള ടെസ്റ്റ് നടത്തണം. ഇടയ്ക്കിടെ സാമ്പിൾ ടെസ്റ്റ് നടത്തുന്നത് വഴി നിരീക്ഷണവും അളവും വിശകലനവും ഉണ്ടായിരിക്കണം. Safely measures should be strengthened against nuclear accident. ആണവ അപകടങ്ങൾക്കെതിരെ സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തണം. Preventive measures should be followed so that background radiation levels do not exceed the permissible limits. പശ്ചാത്തല വികിരണത്തിന്റെ അളവ് പരിധിക്കും അപ്പുറം പോകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. Thus, we can say that radioactivity causes long-range effects affecting the futures of humans and hence the future of our civilization. റേഡിയോ ആക്ടിവിറ്റി മനുഷ്യന്റെ ഭാവിയെയും ഒരുപാട് നീണ്ടു നിൽക്കുന്ന പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കുന്നു. കൃത്യമായ രീതിയിലുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചാൽ ഒരു പരിധി വരെ ഇതിൽ നിന്നും ഉണ്ടാകുന്ന ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പറ്റും. താങ്ക് യു മാം. ഓക്കെ, നെക്സ്റ്റ്. ഒന്നും കൂടെ ഹലോ മിസ്, കൺക്ലൂഷൻ ഉണ്ടോ? കൺക്ലൂഷൻ ഒരു കാര്യം കൂടെ പറയാനുണ്ട് മിസ്. ശ്രദ്ധേയമായ ആണവ സംഭവങ്ങളുള്ള നോട്ടബിൾ ന്യൂക്ലിയർ ഇൻസിഡൻസ് അത് പറഞ്ഞോട്ടെ മിസ്. കെർണോബിൽ ഡിസാസ്റ്റർ 1986. Chernobyl on a 25th April 1986 is a series of mushroom and error resulting in overheating of core, leading to uncontrollable reaction in the reactor despite emergency system being part in a place to stop it. In a matter of few seconds, the energy level of reaction increased to
1,000 times. The result of explosion led to the world's worst nuclear accident. The long-term consequences were devastating, including genetic anomalies in generations to come. അതായത് ശ്രദ്ധേയമായ ആണവ സംഭവങ്ങളെ കുറിച്ചാണ്. ചെർണോബിൽ ആണവ കേന്ദ്രത്തിൽ നടന്ന ഒരു അപകടമാണിത്. നിരവധി അപകടങ്ങളുടെ ഫലമായി, തുടർച്ചയായ അപകടങ്ങളും പിശകുകളുടെയും ഫലമായി കാമ്പ് അമിതമായി ചൂടുകയും അത് നിർത്താൻ അടിയന്തര സംവിധാനം ഏർപ്പെടുത്തിയിട്ടും റിയാക്ടർ നിയന്ത്രിക്കാൻ പറ്റാതായി അതങ്ങനെ അപകടം ഉണ്ടായി. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ 4.5 സെക്കൻഡ് റിയാക്ടർ ഊർജ്ജനില 1000 മടങ്ങ് വർദ്ധിച്ചു. തൽഫലമായുണ്ടായ സ്ഫോടനം ലോകത്തിലെ ഏറ്റവും വലിയ ആണവ അപകടത്തിലേക്ക് നയിച്ചു. ദീർഘകാല പ്രത്യാഘാതവും വിനാശവുമായിരുന്നു ഫലം. വരും തലമുറയിൽ ജനിതക വൈകല്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായി. 3 Mile Island disaster. The disaster took place at 3 Mile Island in Middletown, USA. അമേരിക്കയിലെ മിഡിൽ ടൗണിലുള്ള 3 Mile ഐലൻഡിലാണ് ദുരന്തം ഉണ്ടായത്. The leakage from the reactor was apparently low and no one was injured immediately. It led to new regulation for the nuclear industry. റിയാക്ടറിൽ നിന്നുള്ള ചോർച്ച വളരെ കുറവായിരുന്നിട്ട് പോലും ആണവ അപകടം ഉണ്ടായി. അതിനു മുതൽ ആർക്കും ഒന്നും അപകടങ്ങളൊന്നും ഉണ്ടായില്ല. ഫുകുഷിമ DIC disaster 2011. It was accident at a Fukushima nuclear power plant in Fukushima. ഇത് ഉണ്ടായത് 2011 ഭൂകമ്പവും സുനാമിയെ തുടർന്ന് ഫുകുഷിമ ഡെച്ചി ആണവ നിലയത്തിലുണ്ടായ അപകടമാണ്. താങ്ക് യു മിസ്. ഓക്കെ, കൺക്ലൂഷൻ പറയുന്നുണ്ടോ? കൺക്ലൂഷൻ ഉണ്ട് മാം. പറഞ്ഞു. Radiation is the pollutant that is more dangerous than any other pollutant on Earth. Exposure to heavy doses of radiation causes skin burns and supervision of bone marrow functioning and increased to radiation result in cancer. ഭൂമിയിലെ മറ്റേതൊരു മലിനീകരണത്തെക്കാളും അപകടകരമായ മലിനീകരണ ഘടകമാണ് റേഡിയേഷൻ. ഉയർന്ന അളവിലുള്ള വികിരണത്തിന് വിധേയമാകുന്നത് ചർമ്മത്തിൽ പൊള്ളലിന് കാരണമാവുകയും അസ്ഥിമജ്ജയുടെ പ്രവർത്തനം നിരീക്ഷിക്കുകയും റേഡിയേഷൻ വർദ്ധിക്കുകയും ക്യാൻസറിന് കാരണമാവുകയും ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മാം. വാട്ട് ഈസ് റേഡിയേഷൻ? എന്താണ് റേഡിയേഷൻ? എന്താണ് റേഡിയേഷൻ പറഞ്ഞപ്പോ കേട്ടില്ലേ നിങ്ങള്? ആരെങ്കിലും എനർജി റിലീസ് ചെയ്യുന്നതാണോ? എനർജി പല രീതിയിൽ റിലീസ് ചെയ്യുന്നതിനെ റേഡിയേഷൻ എന്ന് പറയാൻ പറ്റുമോ? കറക്റ്റാണ് ആൻസർ. സ്രോതസ്സിൽ നിന്നുള്ള ഊർജത്തിന്റെ ഉത്ഭവത്തെ വികിരണം എന്ന് റേഡിയേഷൻ എന്ന് പറയുന്നു. സ്രോതസ്സിൽ നിന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What are the sources of radiation? Mining. വേറെ ഏതൊക്കെ സൗണ്ട് കേൾക്കുന്നു? എനിക്ക് ക്ലിയർ ആവുന്ന, ഓൾറെഡി എന്റെ വോയിസ് ഇവിടുന്ന് ക്ലിയർ ആവുന്നില്ല. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് റേഡിയേഷൻ പൊല്യൂഷൻ? Of uranium. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിന്റെ മൈനിങ്, ഓക്കെ. X-ray. പിന്നെ എക്സ്റേ അതൊക്കെ കോസസ് ആവുന്ന പറഞ്ഞില്ലേ? എക്സ്റേ, CT സ്കാൻ.
കറക്റ്റ് അല്ലേ? ആ മിസ് കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ? How does radiation pollution affect people? എങ്ങനെയൊക്കെയാണ് എഫക്ട് ചെയ്യുന്നത് റേഡിയേഷൻ പീപ്പിള്? ക്യാൻസർ ഉണ്ടാവും, സ്കിൻ ബേൺസ് ഉണ്ടാവും. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ല മാം. ഓക്കെ, എല്ലാവർക്കും സെമിനാർ ടോപ്പിക്സ് ഒക്കെ കറക്റ്റ് ആയി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്ന് സെമിനാർ എടുത്തവര് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ നോട്ട്സ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരത് നോക്കിയിട്ട് എഴുതിയിട്ടുണ്ടോ? മിസ് ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ആ, സെമിനാർ ചെയ്തത് എല്ലാരും ഗ്രൂപ്പ് എഴുതണോ? എല്ലാ ഗ്രൂപ്പിന്റെതും? മനസ്സിലായില്ല. പറഞ്ഞാല് നോട്ട് ആവശ്യമുള്ള നോട്ട്സ് ഒന്ന് എഴുതിയെടുക്കാം, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ടോപ്പിക് വേണ്ട, ഇമ്പോർട്ടന്റ് ടോപ്പിക് ഇതാണ് മനസ്സിലാവാത്തത്, അല്ലെങ്കിൽ പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ നോക്കി എഴുതിയെടുക്കാം. നോട്ട് ഉണ്ടാവുമല്ലോ നമ്മുടെ കയ്യിൽ. എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. എക്സാംസിനൊക്കെ പഠിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് പോയിന്റുകൾ മാത്രം ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം. മിസ്സേ അതല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ അപർണ മിസ് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ നമ്മൾ ഈ കോഴ്സ് തരുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരു സെമിനാറെങ്കിലും എടുത്തിരിക്കണം. അപ്പൊ സെമിനാർ എടുത്തത് നമ്മൾ റിപ്പോർട്ടാക്കി വെക്കണം, വൈവയുടെ സമയത്ത് അത് കാണിക്കാം. അപ്പൊ ഇപ്പൊ സെമിനാർ നമ്മൾ ഇപ്പൊ പ്രസന്റ് ചെയ്തവര് അവരവരെ എടുത്ത ടോപ്പിക്ക് മാത്രം റിപ്പോർട്ടാക്കി വെച്ചാൽ മതിയോ? അതെ അതെ, അവരൊരുത്തത് മാത്രം റിപ്പോർട്ടാക്കി വെച്ചാൽ മതി കേട്ടോ. ബാക്കിയുള്ളവരുടെ എഴുതണ്ട, അവരവരെ ഏതാണ് എടുത്തിരിക്കുന്നത് അത് എഴുതാം. A4 ഷീറ്റിൽ എഴുതേണ്ടതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? 4 സൈഡും വരച്ചിട്ട് അതറിയാമല്ലോ നിങ്ങൾക്ക്. ടോപ്പിക് ഏതാണെന്ന് വെച്ചാല് അത് ബുക്കിൽ എഴുതിയാലും മതി എന്ന് പറഞ്ഞു. പിന്നെ അല്ലെങ്കിൽ A4 ഷീറ്റിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതിയാൽ മതി. ഒരു സെമിനാർ എന്താണ്? ഒരു ലാസ്റ്റ് ചെറിയൊരു സെമിനാർ ഉണ്ടായിരുന്നു. ടോപ്പിക് ഇനി എടുക്കാനുണ്ടോ? ഓക്കെ ഓക്കെ. തസ്നീമാണോ പ്രസന്റ് ചെയ്യുന്നത്? അതെ അതെ. കൺട്രോൾ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അതിനെ പറ്റിയാ പറയുന്നത്. Good afternoon, everyone. It's my absolute pleasure to extend a hearty welcome to Milrose ma'am and all of you to our seminar. We are delighted to have you all here today. My name is Tasneem PB, and I will be to introduce for this seminar event Central and State Pollution Control Board. These are key boards in India responsible for preventing, controlling, and annotating pollution. It's a crucial area of discussion area, and we are fortunate to have with us today. Speaker's name: the Water Prevention and Control Pollution Act 1974, Unni Mary; the Air Pollution and Control of Pollution Act 1981, Vismaya; the Motor Vehicle 1988, Aksa; and conclusion, Sabna. We encourage you to actively participate by joining down and sharing your insight during the question answer section. We hope this seminar will be a valuable learning experience to all of you. Thank you. Next, Unni Mary, AF. Good morning, ma'am. Good morning, dear friends. My topic: the Water Prevention and Control and Pollution Act 1974. ജലപ്രതിരോധവും മലിനീകരണ നിയന്ത്രണവും നിയമം 1974. This action was enacted by the Indian Parliament to prevent and control water pollution and to maintain or restore
the Horseman of Water in India. 1974 ഇന്ത്യൻ പാർലമെന്റിലൂടെ പാസാക്കിയ ഈ നിയമം ജലമലിനീകരണം തടയാനും നിയന്ത്രിക്കാനും ശുദ്ധജല ഗുണനിലവാരം നിലനിർത്താനും ഉദ്ദേശിച്ചതാണ്. Key objectives. First objective, to prevent and control water pollution. Second objective, to maintain or restore the quality of water. Third objective, to establish pollution control boards at the central and state levels. പ്രധാന ലക്ഷ്യങ്ങൾ. ഫസ്റ്റത്തെ ലക്ഷ്യം ജലമലിനീകരണം തടയുക. സെക്കൻഡ്, ജലത്തിന്റെ ഗുണനിലവാരം സംരക്ഷിക്കുക. മൂന്നാമത്തേത്, കേന്ദ്ര സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ രൂപീകരിക്കുക. മെയിൻ പ്രൊവിഷൻസ്. സെക്ഷൻ 3 and 4 Constitution of Central and State Pollution Control Boards. Section 24 prohibits disposal of polluting matter into streams or wells. Section 25 industrial must obtain consent before discharging sewage or trade evaluation. Section 33A power of the board to issue dedications including closure of stoppage of electricity or water supply to difficulting industries. പ്രധാന വകുപ്പുകൾ. വകുപ്പ് 3-4 കേന്ദ്രവും സംസ്ഥാനവും മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ സ്ഥാപിക്കൽ. വകുപ്പ് 24 മലിനീകരിക്കുന്ന വസ്തുക്കൾ നദികളിലോ കിണറുകളിലോ ഒഴുക്കുക നിരോധിക്കുന്നു. വകുപ്പ് 25 വ്യവസായങ്ങൾ മലിനീയങ്ങൾ ഒഴുക്കുന്നതിന് മുമ്പ് ബോർഡിൽ അനുമതി വാങ്ങണം. വകുപ്പ് 33 നിയമലംഘകർക്ക് കുടിയൊഴിപ്പിക്കൽ, വൈദ്യുതി അല്ലെങ്കിൽ ജലവിതരണം നിർത്തൽ പോലുള്ള നടപടികൾ സ്വീകരിക്കാൻ ബോർഡിന് അധികാരമുണ്ട്. പെനാൽറ്റീസ്. imprisonment and or fines or non-compliance. Improvements. It was the first major environmental law in India focus on water pollution. It laid the foundation of environment government in India. ശിക്ഷകൾ. നിയമലംഘനത്തിന് തടവും പിഴയും വരാം. പ്രാധാന്യം. ഇന്ത്യയിൽ ആദ്യ പരിസ്ഥിതി നിയമങ്ങളിൽ ഒന്നാണിത്. ജലമലിനീകരണ നിയന്ത്രണത്തിന് നിയമപരമായ രൂപം നൽകിയ നിയമമാണിത്. താങ്ക് യു. Good afternoon, ma'am. Good afternoon, everyone. I am Ismaya. Today I talk about the Air Prevention Control of Pollution Act, 1981. The Air Prevention and Control of Pollution Act, 1981 is an act of Parliament of India to prevent air pollution in India. The law was amended in 1987. This was the first attempt by the government of India to combat air pollution. ഇന്ത്യയിലെ വായു മലിനീകരണം തടയാൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ് ഈ ആക്ട്. 1987 ഈ നിയമം ഭേദഗതി ചെയ്തു. വായു മലിനീകരണം തടയാനായിട്ട് ഇന്ത്യ ആദ്യമായിട്ട് നടത്തിയ ഒരു അറ്റംപ്റ്റ് ആണ് ഇത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ആക്ട് 1981? To advise the central government on matters about air and pollution, also advise, support the state boards in carrying out their function. സെൻട്രൽ ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യിക്കുക, വായു മലിനീകരണം തടയുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യുക. അതേപോലെ സ്റ്റേറ്റ് ബോർഡിനെ സപ്പോർട്ട് ചെയ്യുക. ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യുക. അടുത്തത് ഒബ്ജക്റ്റീവ്. ടു പ്രൊവൈഡ് ദ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് റിഡക്ഷൻ ഓഫ് എയർ പൊല്യൂഷൻ. അതായത് വായു മലിനീകരണം തടയാനും നിയന്ത്രിക്കാനും കുറയ്ക്കാനും വേണ്ടി നോക്കുന്നത്. പിന്നെ പ്രൊവൈഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ബോർഡ് ടു ഇംപ്ലിമെന്റ് ഓഫ് ദ ആക്ട്. സ്റ്റേറ്റ് ബോർഡിനെ ഈ നിയമം നടപ്പിലാക്കുന്നതിന് സെൻട്രൽ ഗവൺമെന്റിനെയും സ്റ്റേറ്റ് ബോർഡിനെയും സ്ഥാപിക്കുക. നീഡ് ഫോർ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ആക്ട്.
The idea for global conference to discuss and pollution and the deterioration of natural resources was the first put forth to the United Nations by Sweden. അതായത് ഒരു നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിന്റെ നാശം തടയാനും അതിന്റെ മലിനീകരണം തടയാൻ വേണ്ടി ഒരു കോൺഫറൻസിൽ ഡിസ്കസ് ചെയ്യുകയാണ്. Therefore, the United Nations Conference on the Human Environment was held in Stockholm in June 1972 due to the General Assembly passing resolution 2398 decided at the conference that the nations would take action to protect the natural resources including air. As a result of the Indian government passed a specific laws under the Article 253 of the Indian Constitution to preserve natural resources and the Prevention and Control of Pollution Act 1981 was passed for the conservation. അതായത് 1972 ജൂണിൽ സ്റ്റോക്ക്ഹോമിൽ പരിസ്ഥിതിയെ കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ഒരു സമ്മേളനം നടന്നു. ആ സമയത്ത് ജനറൽ അസംബ്ലി കുറച്ച് തീരുമാനങ്ങൾ എടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിനെ സംരക്ഷിക്കാൻ ഒരു ആക്ഷൻ എടുക്കുകയാണ്. അതിൽ എയറുണ്ട്. അതിന്റെ ഫലമായി ഇന്ത്യൻ ഗവൺമെന്റ് നാച്ചുറൽ റിസോഴ്സസിനെ സംരക്ഷിക്കാനും പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനും ആർട്ടിക്കിൾ 253 ഇതിൽ ഒരു നിയമം പാസ്സാക്കാണ്. അടുത്തത് കൺക്ലൂഷൻ. The preamble of the Act state that the purposes of the Act is to prevent and control and reduce air pollution. That is the responsibility of the board established by the Act to carry out these purposes. എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക, തടയുക എന്നിവയാണ് ഈ നിയമത്തിന്റെ ഉദ്ദേശം. ഇത് നിറവേറ്റേണ്ടത് സ്ഥാപിതമായ ബോർഡുകളുടെ ഒരു ഉത്തരവാദിത്തമാണ്. താങ്ക് യു മാം. ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ മാം. In which year the law was amended? Sorry ma'am, question എന്ത്? In which year law was amended? ഏത് വർഷമാണ് ഇത്? 81. അല്ലല്ല, ഇത് അമെൻഡ് ചെയ്തത് 87-ലാണ്. ഓക്കെ. അടുത്തത്, വാട്ട് ഇസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ആക്ട്? ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് ഈ ആക്ടിന്റെ, ഈ നിയമത്തിന്റെ? To control the അതന്നെ to control the hair അത് നോട്ടാക്കിന പാട്ട് ഓർമ്മ പറയാൻ. To control and prevent air pollution. Correct. To control and prevent the air pollution. Thank you ma'am. Okay, അപ്പോൾ എല്ലാവരും സെമിനാർ കംപ്ലീറ്റ് ആക്കിയില്ലേ? ഇല്ല, ഒരാൾ കൂടി. നെക്സ്റ്റ് അക്സ. Good afternoon all. Here I am Aksa. Here I am discussing about the topic on the Motor Vehicle Act 1988. The Motor Vehicle Act 1988 is a comprehensive Indian law that regulates all aspects of road transport, including vehicle registration, licensing, and traffic rules and insurance. It aimed to ensure road safety, control traffic, protect the environment, and provide the compensation to the accident victim. ഇത് 1988 മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാഹന രജിസ്ട്രേഷൻ, ഡ്രൈവിംഗ് ലൈസൻസ്, ഗതാഗത നിയമങ്ങൾ, ഇൻഷുറൻസ് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന റോഡ് ഗതാഗതം നിയന്ത്രിക്കുന്ന, അതായത് റോഡ് ഗതാഗത നിയമങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ നിയമമാണ് ദ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988. ഇതിന്റെ ലക്ഷ്യം എന്നതുകൊണ്ട് റോഡ് സുരക്ഷ ഉറപ്പാക്കുക, ഗതാഗതം നിയന്ത്രിക്കുക, പരിസ്ഥിതി സംരക്ഷണം, അപകടത്തിൽപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുക എന്നിവയാണ് ഈ നിയമത്തിൽ കൂടെ ലക്ഷ്യമിടുന്നത്. The Motor Vehicle Act 1988 include the provision for the prevention and control of pollution from the motor vehicle. It aimed to regulate vehicle emission and enforce pollution norms of protecting the environment. Specifically, it addressed in the use of vehicles that violate air and noise pollution standard.
അതായത് 1988 ഈ നിയമപ്രകാരം മോട്ടോർ വെഹിക്കിൾ നിയമപ്രകാരം മോട്ടോർ വെഹിക്കിളിൽ നിന്നും അതായത് വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന മലിനീകരണം തടയുകയും നിയന്ത്രിക്കുന്നതിന് വേണ്ടി വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു. ഈ മലിനീകരണം നിയന്ത്രിക്കുന്നതിലൂടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക, മലിനീകരണങ്ങൾ കുറച്ചുകൊണ്ടുവരിക എന്നീ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതിനും ഇത് ലക്ഷ്യമിടുന്നു. പ്രത്യേകിച്ച് വായുവും ശബ്ദ മലിനീകരണ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന വാഹനങ്ങളുടെ ഉപയോഗത്തെ ഈ നിയമം എതിർക്കുന്നു. More details about the Motor Vehicle Act emission standard. The act authorized in the central government to establish the emission standard for the vehicle. These standards are the crucial for the limiting in the amount of pollution released in the atmosphere from vehicle. അതായത് വാഹനങ്ങളിൽ നിന്നും മലിനീകരണ മാനദണ്ഡങ്ങൾ, അതായത് വാഹനങ്ങളിൽ നിന്നും പുറപ്പെടുന്ന മലിനീകരണങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിനെ ചില നിയമങ്ങൾ അധികാരപ്പെടുത്തുന്നതിന് ചില നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നിയമം കേന്ദ്ര സർക്കാരിനെ അധികാരപ്പെടുത്തുന്നു. വാഹനങ്ങളിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന മലിനീകരണത്തിന്റെ അളവ് പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടി ഈ നിയമം നിർണായകമായ പങ്കുവഹിക്കുന്നു. The Pollution Under Control Certificate. The Act, along with the Central Motor Vehicle Rules 1989, mandates that all the vehicle must undergo regulation pollution checks and obtain a PUC certificate. This certificate verify that in the vehicle meet in the prescribed emission standard. അതായത് മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് 1989 കേന്ദ്ര മോട്ടോർ വാഹന നിയമങ്ങളോടൊപ്പം തന്നെ എല്ലാ വാഹനങ്ങളും പതിവായി മലിനീകരണ പരിശോധനയ്ക്ക് വിധേയമാകുകയും PUC സർട്ടിഫിക്കറ്റ് നേടുകയും ചെയ്യണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. വാഹനങ്ങൾ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നാണ് ഈ സർട്ടിഫിക്കറ്റ് സ്ഥിരീകരിക്കുന്നത്. അടുത്തത് enforcement. The Ministry of Road Transport and the Highway enforce these regulations, ensuring that vehicle comply with the established emission norms. അതായത് വാഹനങ്ങൾ സ്ഥാപിതമായ മലിനീകരണ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയമാണ് ഈ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നത്. ഈ റൂൾ നടപ്പിലാക്കുന്നത് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയമാണ് നടപ്പിലാക്കുന്നത്. ഇനി penalties for the vehicle. The Act also outline penalties for violation related to pollution control, including fines and suspension of the driving license. മലിനീകരണം നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ലംഘനങ്ങൾക്കുള്ള പിഴയും ഡ്രൈവിംഗ് അവകാശങ്ങൾ താൽക്കാലികമായിട്ട് ഇത് നിർത്തിവെക്കുകയും ചെയ്യുന്നു. The overgoal of the provision to the minimize vehicle pollution and promote eco-friendly driving practices, thereby safeguarding both the public health and the environment. വാഹന മലിനീകരണങ്ങൾ കുറയ്ക്കുക, പരിസ്ഥിതി സൗഹാർദ്ദമായ വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി പൊതുജനാരോഗ്യവും പരിസ്ഥിതിയും സംരക്ഷിക്കുകയും ചെയ്യുകയാണ് ഈ നിയമത്തിലൂടെ അന്തിമമായിട്ട് ലക്ഷ്യമിടുന്നത്. ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ, ചോദിക്കട്ടെ. വാട്ട് ഈസ് ദ മോട്ടോർ വെഹിക്കിൾ ആക്ട്? 1988 മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ല, ഇതിനകത്ത് ഉൾക്കൊള്ളുന്നത് എന്താണ്? എന്തിനെ പറ്റിയൊക്കെയാണ് ഈ നിയമത്തിൽ പറയുന്നത്? മോട്ടോർ ലൈസൻസ്, അതാ ഡ്രൈവിംഗ് ലൈസൻസ്, അതിന്റെ ഇൻഷുറൻസ്, വണ്ടിയുടെ ഡീറ്റെയിൽസ്. അബൌട്ട് വെഹിക്കിൾസ് ഫുൾ അതിന്റെ മെയിന്റനൻസ്, അതിനെ കുറിച്ചിട്ട് എല്ലാ വാഹന രജിസ്ട്രേഷൻ, ഡ്രൈവിംഗ് ലൈസൻസ്, ഗതാഗത നിയമങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. പിന്നെ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്, ഈ നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്താണ്? ടു കൺട്രോൾ ദ ഇത് എന്ത് മറന്നു, സുരക്ഷ, പ്രകൃതി സംരക്ഷണം, സേഫ് ആയിട്ടുള്ള സേഫ്റ്റി, പൊല്യൂഷൻ, പരിസ്ഥിതി സംരക്ഷണം, പൊല്യൂഷൻ കുറയ്ക്കുക, PUC സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞു. അപകടം ഉണ്ടായാൽ അതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കുക, നൽകുക. റോഡ് സുരക്ഷ ഉറപ്പാക്കുക, ഗതാഗതം നിയന്ത്രിക്കുക, പരിസ്ഥിതി സംരക്ഷണം, അപകടത്തിൽപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുകയാണ് ഈ നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത്.
നമ്മുടെ Okay. ടോപ്പിക് കംപ്ലീറ്റ് ആയില്ലേ? കൺക്ലൂഷൻ പറയാം മാം. ഓക്കെ. Good afternoon, everyone. I am Sabna Sadiq. പെട്ടെന്ന് കൺക്ലൂഷൻ പറയാൻ നിർത്താം. In conclusion, our discussion on the Water Pollution Act, Vehicle Pollution Act, and Air Pollution Act highlights the critical need for the effective legislation to mitigate the devastating impact of pollution on our environment and public health. Thus, acts play a vital role in regulating and reducing pollution, promoting sustainable development, and ensuring a healthier future for generations to come. അതായത് ജലമലിനീകരണ നിയമം, വാഹന മലിനീകരണ നിയമം, പിന്നെ വായു മലിനീകരണ നിയമം ഇവരെ കുറിച്ചുള്ള ഒരു ചർച്ച, അതിന്റെ വിനാശകരമായ ആഘാതം എത്രത്തോളം നമുക്ക് ലഘൂകരിക്കാൻ പറ്റും എന്നുള്ളതിനുള്ളൊരു ഫലപ്രദമായ നിയമനിർമ്മാണത്തിന്റെ അനിവാര്യതയാണ് ഇവിടെ ചർച്ച ചെയ്തത്. പിന്നെ മലിനീകരണം നിയന്ത്രിക്കുന്നതിനും കുറക്കുന്നതിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും വരും തലമുറക്കായി ആരോഗ്യകരമായ ഒരു ഭാവി ഉറപ്പാക്കുന്നതിനും ഈ നിയമങ്ങൾ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. അതില് നമുക്കത് എങ്ങനെ ഇതാക്കാൻ പറ്റും നോക്കാം. റെഡ്യൂസ് വാട്ടർ പൊല്യൂഷൻ ആൻഡ് പ്രൊട്ടക്ട് അവർ വാട്ടർ റിസോഴ്സസ്, മിനിമൈസ് വെഹിക്കിൾ ഇമിഷൻസ് ആൻഡ് ഇംപ്രൂവ് എയർ ക്വാളിറ്റി, mitigate the adverse effect of air pollution on human health and the environment. ജലമലിനീകരണം കുറക്കുകയും നമ്മുടെ ജലസ്രോതസ്സുകൾ സംരക്ഷണം ചെയ്യുക, വാഹനങ്ങളിൽ നിന്നുള്ള പുറന്തള്ളൽ കുറക്കുകയും വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുക, മനുഷ്യന്റെ ആരോഗ്യത്തിലും പരിസ്ഥിതിയിലും വായു മലിനീകരണം ചെലുത്തുന്ന പ്രതികൂല ഫലങ്ങൾ ലഘൂകരിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നതിനും സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നമ്മുടെ ശ്രമങ്ങളിൽ നമുക്ക് ഒത്തൊരുമിച്ചിട്ട് നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട്, നല്ലൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കൈകോർത്ത് പിടിക്കാം. ഓക്കെ, താങ്ക് യു. ചാപ്റ്റർ കംപ്ലീറ്റ് ആയില്ലേ? യെസ് മാം, കംപ്ലീറ്റ് ആയി. ഓക്കെ. അപ്പോ മോക്ക് ടെസ്റ്റ് തരാം കേട്ടോ, ഒന്ന് തരാം. അപ്പോ ഇനി എന്തെങ്കിലും ടോപ്പിക്കിൽ ഡൗട്ട് ഉള്ളവര് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ, എന്തെങ്കിലും എഴുതിയെടുക്കാറുള്ളത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. Thank you, miss.